സ്ത്രീധനമില്ലെങ്കിൽ എന്ത് കല്യാണമല്ലേ? സ്ത്രീധനം എന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒഴിച്ചുകൂടാനാകാത്തൊരു സമ്പ്രദായമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഇന്ത്യയിലൊട്ടാകെ സ്ത്രീധനത്തെ ചൊല്ലിയുള്ള കൊലപാതകങ്ങളും ആത്മഹത്യയും വർദ്ധിച്ചു വരികയാണ്. ഇത് നമ്മുടെ സമൂഹത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. വിദ്യാഭ്യാസ മേഖലയിലും സാമ്പത്തിക മേഖലയിലും തൊഴിൽ മേഖലയിലും സ്ത്രീകൾ ഇത്രയും പുരോഗമിച്ചിട്ടും സ്ത്രീധനത്തെ ചൊല്ലിയുള്ള ആത്മഹത്യകൾ വർദ്ധിക്കുന്നു എന്നത് വളരെയധികം ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും എല്ലാം തെറ്റാണെന്നും കുറ്റകരമാണെന്നും അറിഞ്ഞിട്ടും ഇപ്പോഴും സമൂഹത്തിൽ സ്ത്രീധനം എന്ന വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീധന നിരോധിത നിയമം നിലവിലുണ്ടെങ്കിലും അത് കർശനമായി നടപ്പിലാക്കുന്നില്ല എന്നത് വാസ്തവമായ കാര്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീധന മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. കേരളത്തിൽ 2016 മുതൽ 2025 വരെയുള്ള കണക്കു പ്രകാരം ഏകദേശം 102ഓളം സ്ത്രീധന മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഉത്ര, വിസ്മയ, വിഭഞ്ചിക, അതുല്യ, അങ്ങനെ എത്ര മരണങ്ങൾ. നമ്മുടെ ഈ സ്ത്രീധന നിരോധിത നിയമം കർശനമായി നടപ്പിലാക്കിയാൽ മാത്രമേ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. സ്ത്രീധന സംസ്കാരം പൂർണ്ണമായി ഇല്ലാതായാൽ മാത്രമേ ഈ സ്ത്രീധന മരണം അവസാനിക്കുകയുള്ളൂ.